എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ തീരുമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ്. എല്ലാവരും നമ്മുടെ തൊട്ടുമ്പത്തെ തലമുറ വരെ അമ്മയെന്ന് വിളിച്ചിരുന്ന ആൾക്കാർ. ആ അമ്മയാണ് കൊണ്ട് ഒഴുക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കുടുംബത്തിന് ദുരിതമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവനെ സംരക്ഷിച്ചിരുന്ന ദേവതയെ അവനായിട്ട് കളഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ദുരിതം പിടിച്ച സ്ഥലം അവൻ കാശ് കൊടുത്ത് വാങ്ങി താമസിച്ചില്ല. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ചെറിയൊരു മുട്ടുവേദന വന്നു എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഈ മുട്ടുവേദന കൂടും, അമ്മയ്ക്ക് തീരെ വയ്യാണ്ടാവും, ഇടുപ്പ് വേദന വരും. ഇനിയിപ്പോൾ ഇതൊന്നും നോക്കൽ നടക്കില്ല, നമുക്കിതിനെ കൊണ്ടേ കളയാമെന്ന് നമ്മൾ ഭാരതപ്പുഴയിൽ ഒഴുക്കാറുണ്ട്. നമ്മൾ നശിക്കാൻ വേണ്ട ഒരു ഭക്ഷണ സംവിധാനം ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ്. അതിനെ വിദ്യാഭ്യാസത്തിൽ കലർത്തി ഉച്ചയ്ക്ക് 1 മണിക്ക് ഇൻ്റർവെൽ വെച്ച് 1 മണിക്കും 2 മണിക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ അമ്മ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മളെ കാക്കുമെങ്കിൽ ഇതുകൊണ്ട് ആർക്കാ ദോഷം? എന്നുവെച്ചാൽ കോഴിയുടെ വേസ്റ്റ്, ആടിൻ്റെ വേസ്റ്റ്, പോത്തിൻ്റെ വേസ്റ്റ്, എല്ലാ ജീവികളുടെയും വേസ്റ്റ് മജ്ജ ഉരുക്കി അതിനെ ശുദ്ധി ചെയ്ത് അതിലേക്ക് എള്ളെണ്ണയുടെ ഫ്ലേവർ ചേർത്തിട്ടാണ് വിളക്കെണ്ണ എന്ന പേരിൽ വരുന്നത്. അത് വിളക്കെണ്ണ എന്ന് കണ്ട അപ്പം മാറ്റിക്കളയും. വിളക്ക് വെക്കണതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് പറയാം. അതും ഇതുകൂടെ പറയുന്നതിനോട് തെറ്റില്ല. അല്ല, വിളക്കെന്ന് പറയണത് ഒന്നാമത് വിളക്ക് ശുദ്ധമാണ്. വിളക്ക് നമ്മുടെ ശരീരം തന്നെ, അത് വൃത്തിയാക്കണമെന്ന്. രണ്ടാ, വിളക്ക് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പൊ ഏതോ ക്ഷേത്രത്തിൽ കൊടുത്ത വഴിപാടിന് കൊടുത്ത വിളക്കിന്റെ ഉള്ളിൽ ആ എല്ല് കിട്ടിയെന്നാണ് സംശയം തോന്നിയിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പ്രശ്നം നോക്കിയപ്പോൾ പൊളിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലിന്റെ എന്ന് വെച്ചാൽ എല്ലിന്റെ കഷ്ണം വെച്ച് മോൾഡ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മള് ദുരിതത്തിന് വിളക്ക് വയ്ക്കാം. അപ്പൊ വിളക്ക് നമുക്ക് വിശ്വസിക്കാവുന്ന ഇതൊരു കുലത്തൊഴിലായി. അതാണ് ഞാൻ കുറച്ചും പറഞ്ഞത്. കുലത്തൊഴിലാണെങ്കിൽ അവനൊരു കുലദേവതയുണ്ട്. അവൻ ചെയ്യുന്ന പണിയിൽ അവൻ കള്ളത്തരം കാണിക്കില്ല. കാരണം ആ ദേവതയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ പണിയെടുക്കുന്നത്. ദേവതയ്ക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കുലത്തൊഴിലായി പാത്ര നിർമ്മാണമുള്ള സ്ഥലത്ത് നിന്നും വേണം വിളക്ക് വാങ്ങാൻ. അപ്പൊ അത് ശുദ്ധമായ വിളക്കായി. ഇനി അതിൽ ഒഴിക്കുന്ന എണ്ണ, മറ്റേ എള്ളെണ്ണയുടെ പുറത്ത് എഴുതി വെക്കാറുണ്ട്. നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലെണ്ണ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എല്ലിൽ നിന്ന് ഉണ്ടാക്കുന്ന അന്ന് വൃത്തിക്ക് അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിനെ എള്ളെണ്ണ എന്ന് വായിച്ചാൽ അവർ കുഴപ്പമില്ല. എന്നുവെച്ചാൽ കോഴിയുടെ വേസ്റ്റ്, ആടിന്റെ വേസ്റ്റ്, പോത്തിന്റെ വേസ്റ്റ്, എല്ലാ ജീവികളുടെയും വേസ്റ്റ് മജ്ജ ഉരുക്കി അതിനെ ശുദ്ധി ചെയ്ത് അതിലേക്ക് എള്ളെണ്ണയുടെ ഫ്ലേവർ ചേർത്തിട്ടാണ് വിളക്കെണ്ണ എന്ന പേരിൽ വരുന്നത്. അതുകൊണ്ട് വിളക്കെണ്ണ എന്ന് കണ്ട അപ്പം മാറ്റിക്കൊള്ളണം. ഇനി ആ കമ്പനി ആരുടെയാണ് എന്നുള്ളത് രണ്ടാമത് അന്വേഷിക്കണം. അതും ഇതുപോലെ എണ്ണയാട്ടുന്ന ഒരു കുലത്തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അല്ലാത്തവരൊക്കെ കലർത്തേണ്ട സകല മാലിന്യം കലർത്തും. അപ്പോൾ അവിടെ കത്തിക്കുന്ന എണ്ണ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. കത്തുന്ന തിരി ആശുപത്രിയിൽ ബ്ലഡ് തുടച്ച പഞ്ഞി വരെ തിരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കോട്ടൺ ആണോ എന്നുള്ള അന്വേഷിക്കണം. അപ്പോൾ തിരി ശ്രദ്ധിക്കണം, എണ്ണ ശ്രദ്ധിക്കണം, വിളക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ജപിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇത് കത്തിച്ചുമ്പോൾ ദുരിതത്തിന് ജപിച്ച് വളർത്തുകയാണ് ചെയ്യാം. ഇത് കേട്ടാൽ ഹിന്ദുക്കൾ എന്താ ആദ്യം വിചാരിക്കാൻ അറിയാം, എന്നാൽ വിളക്ക് വെക്കാതിരിക്കാൻ ബദലല്ലേ. അപ്പൊ ഇപ്പൊ ഉള്ളത് കൂടെ ഉണ്ടല്ലേ. അതുകൊണ്ട് വിളക്ക് വെക്കണം, നല്ല എണ്ണ ഉപയോഗിക്കണം, നല്ല തിരി ഉപയോഗിക്കണം എന്നാണ് പറയണത്. അല്ലാതെ നിങ്ങൾ വിളക്ക് വെക്കാതിരിക്കണം എന്നല്ല പറയണത്. ഇതൊക്കെ ഉൾട്ട കേൾക്കാനൊരു കാരണമുണ്ട്. മറ്റേ മധു കൈടഭന്മാര് എന്നൊക്കെ പറഞ്ഞുള്ള ചില ദേവതകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കർണ മലത്തിൽ കഴിയുന്ന 2 അസുരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പ്രാർത്ഥനയിലൊക്കെ വരുന്നതാണ്. അവരുടെ ജോലി തന്നെ അവര് വധിക്കാൻ വേണ്ടി വിഷ്ണു ഇവര് തമ്മിൽ യുദ്ധം ചെയ്ത് അവരാണ് ജയിച്ചത്. പക്ഷെ വിഷ്ണു ഒരു കുതന്ത്രമൊക്കെ വെച്ചിട്ട് മൂപ്പര് ജയിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വല്ല വരവും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു വരം ഞങ്ങൾക്ക് എന്തിനാ വരം, വല്ലവരും അങ്ങോട്ട് വേണമെങ്കിൽ ചോദിച്ചു എന്ന് വന്ന സമയത്ത് അദ്ദേഹം ഉടനെ വരം ചോദിച്ചു, നിങ്ങളെ വധിക്കാനുള്ള വരം വേണം. അങ്ങനെയാണ് അവർ വധിക്കുന്നത്. പക്ഷെ അവർ വധിച്ചതിന് ശേഷം പറയുന്നത് ഞങ്ങളുടെ ഈ ഊർജ്ജം ഞങ്ങൾ എവിടെയാണ്, ഇനി ഞങ്ങൾ എവിടെയാണ് കഴിയാന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയണത് മനുഷ്യന്റെ കർണമലത്തിൽ കഴിഞ്ഞുള്ളതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഈ ഷർട്ട് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ കർണമലത്തിൽ ഇരിക്കുന്ന ഇവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും ബ്രെയിലേക്ക്. എന്നിട്ട് അവന്റെ ഷർട്ടൊക്കെ നന്നായിട്ടുണ്ട് എന്നാക്കി കൊടുക്കും. കേൾക്കുമ്പോൾ ഈ എളുപ്പത്തിൽ എന്റെ ഷർട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ എല്ലാവരുടെ ചെവിയിലും ഇവരുണ്ട്. ലോകത്ത് കേൾക്കുന്ന എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് കൊടുക്കുന്നതാണ് അവരുടെ ധർമ്മം. അതുകൊണ്ട് അവരെ കൂടി ജയിക്കാനുള്ള ശക്തി തരണേ മഹാവിഷ്ണു എന്നാണ് പ്രാർത്ഥന. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് വിളക്ക് വെക്കരുതെന്നല്ല, വിളക്ക് വെക്കണം, നല്ല എണ്ണ തേടി പിടിച്ചൊഴിക്കണം, നന്നായിട്ട് തിരികെ കത്തിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മ എന്നുള്ള ഒറ്റ വിളിയിൽ അവിടെയുള്ള ദേവി പ്രസാദിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ അമ്മയ്ക്ക് വെള്ളം വയ്ക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് നമ്മളിപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിളിക്കുമ്പോൾ അമ്മ ഓടി കസിച്ച് വരും. എൻ്റെ കുട്ടി വിളിക്കുന്നത് എന്തിനാണാവോ എന്നിട്ട് ഓടി വരുമ്പോൾ കുടിക്കാനാവാം, അല്ലെങ്കിൽ കാല് കഴുകി കയറി ഇരിക്കാനാവാം, എന്തിനാണെങ്കിലും ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുന്ന ഉറപ്പുള്ള വെള്ളം. അല്ലാണ്ട് അമ്മയ്ക്ക് മോശം വെള്ളം അങ്ങനെയല്ല. അത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയല്ലേ, വില കുറഞ്ഞ മതി എന്നല്ല. നമുക്ക് കുടിച്ചാൽ ഒരു ദോഷവും വരാത്തത്
നമുക്ക് ശ്വസിച്ചാൽ ഒരു കുഴപ്പവും വരാത്തതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവും. ഉം. എന്നുവെച്ചാൽ നല്ല ചന്ദനത്തിരി ആവണം. അതെ. നല്ല വെള്ളം കിണറിന്ന് കോരിയതാണ് ഉത്തമം. കാരണം നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ പ്രാണനാണ് കിണർ. കിണർ. അപ്പോൾ ആ കിണറിൽ വെള്ളമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രാണനാണ് തുടിക്കുക. ഉം. അത് അമ്മ കുടിക്കുന്നതോട് കൂടിയിട്ട് ഒരു പിടി മലര് വേണമെങ്കിൽ വെക്കാം, നിത്യം വെക്കാം. ഉം. രാവിലെ ആണെങ്കിൽ വെറും വയറ്റിൽ ഉം. ആ മലര് കഴിച്ചാൽ ത്രിദോഷങ്ങൾ ശമിപ്പിക്കുന്നതാണ്. അതെ. വാതപിത്ത കഫങ്ങളെ സമീകരിക്കാൻ ഉം. മലരിന് പറ്റുന്നതാണ് പറയുന്നത്. അതല്ലെങ്കിൽ വറ്റിച്ച ചോറ് എന്ന് പറയും. ഉം. അത് ഉണങ്ങലരി ചോറ് വറ്റിച്ച് അമ്പലത്തിൽ ആദ്യത്തെ നേദ്യമാണ്. നേദ്യം. അതെ അതെ. അതിന് കാരണം ഒരു ക്ഷേത്രം നോക്കണം. ഉം. ഉദാഹരണമായിട്ട് ഒരു ക്ഷേത്രം നോക്കാം. എത്ര മണിക്ക് ക്ഷേത്രം തുറക്കുന്നു ഉം. ആ സമയത്ത് നമ്മൾ എണീച്ചിരിക്കണം. ഉം. എത്ര സമയത്താണോ ഭഗവാൻ കുളിക്കുന്നത് ആ നേരത്തെ നമ്മൾ കുളിക്കണം. ഉം. എത്ര സമയത്താണോ ഏത് സമയത്താണോ ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഉം. ഭഗവാൻ ഭക്ഷണം കഴിക്കൽ നിർത്തുന്നത് 10:11 മണിയോട് നിർത്തും, ശ്രദ്ധിച്ചാറാണ്. അതെ അതെ. പിന്നെ വൈകുന്നേരം 4:00 ശേഷം തുറക്കും. ഓർക്കൂ. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഭക്ഷണം മുഴുവൻ. ഉം. എന്ന് വെച്ചാൽ നമ്മൾ നശിക്കാൻ വേണ്ട ഒരു ഭക്ഷണ സംവിധാനം ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. ഉം. അതിനെ വിദ്യാഭ്യാസത്തിൽ കലർത്തി ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്റർവെൽ വെച്ചു. ഉം. 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു രാജ്യത്തിനെ തകർക്കാൻ എല്ലാവരും ആവുമ്പാടും ശ്രമിച്ചിട്ടും ഇന്നും ഇത് പറയാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉം. സനാതന സംസ്കാരത്തിന്റെ ബലം എന്താണെന്ന് ആലോചിച്ചു. അതെ. ഇത്ര നൂറ്റാണ്ടുകൾ കടന്നു പോയിട്ട് ഉം. ഇന്നും നമ്മൾ ആചരണങ്ങളിൽ ശാസ്ത്രീയത അന്വേഷിച്ചു പോകുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് ആദ്യത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ വറ്റിച്ച ചോറ് വെക്കാം, ഉം. അമ്മയ്ക്കുള്ളത് ഉം. മലര് വെക്കാം. എന്നിട്ട് സൂര്യദേവനോട് ഒന്ന് പ്രാർത്ഥിക്കാം. പുറത്ത് പോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉം. ചെറുടെ ചോട്ടിലേക്ക് ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ മലരെടുത്ത് കഴിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് കുടിക്കാം. ഇത്രേ ചെയ്യണ്ടു. നമ്മുടെ ശരീരത്തിനുള്ളിൽ ദേവതയും തൃപ്തിപ്പെടും, വീട്ടിനുള്ളിൽ ഭുവനേശ്വരിയും തൃപ്തിപ്പെടും. ഇത് പറയുമ്പോഴേക്കും അത് വാരാഹിയാവാം ഉം. എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചർച്ചയ്ക്ക് വരും. അതാരും ആയിക്കോട്ടെ. ഉം. മനീഷ് ആദ്യം പരിചയപ്പെട്ട സ്ത്രീ ആരാ? അമ്മയാണ്. അതിനുശേഷമല്ലേ അമ്മായിയെ പരിചയപ്പെട്ടുള്ളൂ. പറ്റുള്ളൂ. അതിനുശേഷമല്ലേ അമ്മായിമ്മയും പരിചയപ്പെട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കല്യാണം കഴിച്ചാണോ? ഇല്ല. കല്യാണം അപ്പൊ ഇനി പരിചയപ്പെടാൻ പോണ അമ്മായി. അതെ, അതെ. അപ്പൊ അതുകൊണ്ട് അമ്മ, ഉം. നമ്മൾ പരിചയപ്പെട്ട സ്ത്രീ അമ്മ എന്ന് വിളിക്കുന്നു. ആ അമ്മയെ അമ്മ എന്ന് തന്നെ വിളിച്ചാൽ മതി. ഉം. ബാക്കി അമ്മ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിക്കും. ഉം. എടാ കുട്ട എരിവും പുളിയൊന്നും ഇല്ലേ ഇല്ലേ. എന്നും തന്നെയാണോ എന്ന് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും. ഉം. അപ്പൊ നമുക്ക് കൊടുക്കാം. അതിനു പകരം ഇതൊക്കെ സാത്വികമാണ് എന്ന് വെച്ചാൽ ദേവതകളെല്ലാം വെജിറ്റേറിയൻ ആണെന്ന് ഉം. അതെവിടുന്ന് വന്നതാണ്? നമ്പൂതിരി പൂജിക്കാൻ തുടങ്ങിയ ശേഷം വന്നത്. അതെ. കാരണം പൂണൂലിട്ട് വരുന്ന അവർ ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടും അവരുടെ ദേവതയാണ് പൂജിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഇവിടെ നോൺ വെജ് പാടില്ല എന്ന സങ്കല്പം വെച്ചു. ഉം. ഉം. അതോടുകൂടി അവർ പൂജിക്കുന്ന സമ്പ്രദായങ്ങൾ, അവർ കാണിക്കുന്ന ചേഷ്ടകൾ, അതായത് ആംഗ്യങ്ങൾ, മറ്റേ മുദ്രകളൊക്കെ, ഉം. ഇതൊക്കെ കേമം, ഇതൊന്നും ഇല്ലെങ്കിൽ എന്തോ കുറവാണെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ബോധം കയറ്റി വിട്ടു. ഉം. പിന്നെ നമ്മൾ അകത്ത് മീൻ പൊരിച്ച് കഴിക്കും, ചിക്കൻ വെച്ച് കഴിക്കും. പക്ഷേ ഈ അമ്മ സാത്വികമാണ്. നമ്മുടെ അമ്മ കേട്ടോ അത്. അതെ, അതെ. അമ്മ സാത്വികമാണ്. അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. ഉം. ആ തമ്പൂരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ്. പാമ്പുങ്കാവ് ശരിക്കും പാമ്പുകൾ ആരുടെ അധീനതയിലാണ്? പാമ്പിന്റെ അവകാശം ആർക്കാ? ഞാൻ കുല പറഞ്ഞു, നമ്പൂരിക്കാണോ? നായരാണ്. അല്ല, നായരല്ല. ആ. അതിനു മുമ്പ് പാമ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. പാമ്പിനെ പ്രസാദിപ്പിക്കാൻ പാട്ട് പാടുന്ന ആളാണ്. പുള്ളുവൻ പുള്ളുവൻ കഴിഞ്ഞിട്ടല്ലേ ഈ നമ്പൂരിയൊക്കെ വരുന്നുള്ളൂ. വരണുള്ളൂ. അതെ, അതെ. പുള്ളൻ ഇറച്ചി കഴിക്കില്ലേ? ശരി. അവരൊരു ജീവിതസ്ഥലം കഴിക്കുന്നില്ലേ? ഉം. പിന്നെ എങ്ങനെ പാമ്പുകൾക്ക് ഇത് പാടില്ല എന്നുള്ള ആര് തീരുമാനിച്ചോ? ഉം. നമ്പൂരി ഇനി ഏതെങ്കിലും ഒരു പാമ്പുങ്കാവിന്റെ പുരാതനമായ പാമ്പുങ്കാവ്, മറ്റേ ക്ഷേത്രങ്ങളൊക്കെ പരശുരാമൻ പ്രതിഷ്ഠിച്ചാണ്, വസിഷ്ഠം പ്രതിഷ്ഠിച്ചാണ് കഥയേക്കാം. ഉം. ഉം. ഏതെങ്കിലും ഒരു പുരാതനമായ പാമ്പുങ്കാവ് ആര് പ്രതിഷ്ഠിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇവരിതൊക്കെ കണ്ടെത്തുന്നതിന് മുൻപേ പ്രകൃതിയിൽ ചേർന്ന് നിന്നിരുന്ന ഇവിടെയുള്ളവർ ഉം. നാഗങ്ങളെ, സർപ്പങ്ങളെയും പാമ്പുകളെയൊക്കെ കാണുകയും അവർ തമ്മിൽ വ്യത്യാസം അറിയുകയും അവർക്ക് വേണ്ട പ്രതിഷ്ഠ ഒരുക്കുകയും നേദ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ എന്ന് മുതലാണ് ഇവര് ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്? ഉം. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നുള്ള ചിട്ട വന്ന എങ്ങനെയാണ്? പാമ്പുങ്കാവിന്റെ ഉള്ളില് ബലിക്കല്ല് വെച്ച് കോഴി അറക്കുന്ന പാമ്പുങ്കാവുണ്ട്. ഓ. പാമ്പുങ്കാവ് എന്ന് എന്റെ വീടിന്റെ പ്രാണനാണ്. ഉം. ആ തൊടിയുടെ പ്രാണനാണ് എന്റെ പാമ്പുങ്കാവ് എന്ന് പറഞ്ഞത്. ഉം. അവിടെ ഞാനല്ലാണ്ട് വേറെ ആരെ പൂജിക്കുക? ഇനി ശുദ്ധം വേണം തന്നെ വിചാരിക്കുക. ഉം. നമുക്കിപ്പോൾ ശുദ്ധി ഇല്ലാത്ത ദിവസമാണ് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിലേക്ക് കയറാതിരിക്കാലോ, നാളെ കയറിയാന്ന് നിൽക്കാലോ. മതി. ഉം. പക്ഷെ അവിടെ വന്ന് പൂജിക്കുന്ന ഈ കർമ്മി ഉം. ഇന്നലെ രാത്രി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് ഒന്നും നമുക്കറിയാം. പറയാൻ പറ്റില്ല. അവൻ ഈ പൂണ് കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൻ ഉം. ശുദ്ധിനെ എന്തുറപ്പ്? ഉം. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ദേവതകളെ ഞാൻ ഭജിക്കേണ്ടതാണ്, ഞാൻ നേദ്യം കൊടുക്കേണ്ടതാണ്, ഞാൻ പൂജിക്കേണ്ടതാണ്. എൻ്റെ അമ്മയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഭക്ഷണമല്ല, അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബിരിയാണിയല്ല ഞാൻ കൊടുക്കുന്ന പൊടിയരിക്കഞ്ഞാണ് ഇഷ്ടം എന്നുള്ള സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ പാമ്പുകളിൽ നമ്മൾ തന്നെ പൂജിക്കാനുള്ള ധൈര്യങ്ങൾ പേടിച്ചുകൊണ്ട് കയറരുത്. ഉം. അത് പ്രധാനമാണ്. ഇത് എൻ്റെ പാമ്പാണ്, എൻ്റെ നാഗത്തന്മാരാണ്, എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി പൂജിക്കാം, ഭുവനേശ്വരിക്കും പറ്റും. അതിനപ്പുറത്തേക്ക് തിരിഞ്ഞ് മറ്റേ ഭദ്രകാളി ആയിരിക്കോ, ദുർഗയായിരിക്കോ, ബാലപരമേശ്വരി, അങ്ങനത്തെ ചിന്തകൾ വന്നു പിന്നെ പണിക്ക് നിൽക്കരുത്. ഉം.
അത് അമ്മ എന്ന് പറഞ്ഞ സങ്കല്പം, എന്റെ നാഗത്തമ്മ എന്ന സങ്കല്പം ഉണ്ടെങ്കിൽ അമ്മ പേടിക്കില്ലല്ലോ. അതാ പറഞ്ഞു, എനിക്ക് എന്റെ അമ്മ പേടിക്കും. പേടിന്റെ തന്നെ മാക്സിമം ഒരു ഈർക്കലോണ്ട് കിട്ടുള്ളൂ, അല്ലാണ്ട് അമ്മ എന്തായാലും കുത്തിക്കൊല്ലുന്നില്ല എന്നെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കും കയറി പൂജിക്കാം എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇതെന്റെ ലോജിക്കാണ്. അത് കേൾക്കുന്നവർക്ക് ശരിയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് ഞാൻ ആചാര്യനായിട്ട് പറയില്ല, കാരണം ആചരിച്ച് കാണിക്കുന്നവരാണ് ആചാര്യൻ. ഞാനത് ചെയ്യാറില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് മുഴുവൻ ആചരിക്കുന്നവരെന്നല്ല, ഗുരു അല്ല. കാരണം ഇതിൽ ഒന്നിനും എനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിവരമില്ല. എൻ്റെ അനുഭവം, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അങ്ങനെ പറയുന്നത് മാത്രം. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് പൂജിക്കുന്നത്. അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടായത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആരെയും അവിടേക്ക് കടത്താറില്ല, ഞാൻ തന്നെ പൂജിക്കുന്നത്. ഞാൻ എന്ത് കൊടുക്കുന്നു അത് അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പോകുന്ന പോലെ. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അവിടെ വെജിറ്റേറിയൻ കൊടുക്കുന്നു. ഈ പ്രായച്ചിത്തം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇത്രയും കാലം ചെയ്യാണ്ട് പിന്നെ ഒരു ഇതേപോലെ വന്നിട്ട് നീ വന്നു കയറുന്ന ഇപ്പൊ അവന് സൗകര്യം ഉണ്ടായുള്ളൂ എന്ന് അമ്മ ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഈ പ്രായച്ചിത്തം എന്ന അതിന് ഇടയുണ്ടോ? അതിന് അത് ചെയ്തതിന് കുഴപ്പമുണ്ടോ? അല്ല, നമ്മുടെ വീട്ടിലൊരു കുട്ടി ഭക്ഷണം കഴിക്കുന്നത് എന്തോ ഒരു കുറുമ്പ് കാണിച്ചു, ഇപ്പൊ ഒന്ന് കൊടുത്തു വിചാരിക്കുക. അപ്പം പിണങ്ങിട്ട് ഇറങ്ങിപ്പോയിട്ട് കരഞ്ഞ് പോയി കട്ടിൽ പോയി കിടന്നു. കുറെ വിളിച്ചു നോക്കി, വരണില്ല. അപ്പൊ അമ്മയും വിചാരിച്ചു അന്ന് അവൻ്റെ വാശി, ഒടുക്കത്തെ വാശി. ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് വാശി അവിടെ നല്ല വിട്ടു. ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് പപ്പടം പൊട്ടണ ശബ്ദമൊക്കെ അവന് കേൾക്കുന്നുണ്ടാണ്, നെയ്യിന്റെ പൊരിച്ച മണം കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവന് വാശിയുടെ പുറത്ത് അവൻ കഴിക്കാതിരിക്കുന്ന നേരത്ത് കുറെ കഴിയുമ്പോൾ ഏതൊരു അമ്മയ്ക്ക് അച്ഛനും മനസ്സല്ലേ, അല്ലെങ്കിൽ ഏട്ടാ അവനെ പോയി വിളിച്ച സഹോദരങ്ങളോട് പറയും. അവരിപ്പോ ഒരു ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം കൊണ്ടുപോയിട്ട് നല്ല നെയ്യപ്പുണ്ട് എന്നാന്ന് പറഞ്ഞിട്ട് മൂക്കിൽ മണപ്പിച്ചു വിചാരിക്കുക. എന്താ ചെയ്യാ? വാങ്ങി കഴിക്കോ തട്ടിക്കളയോ? കഴിക്കില്ലേ. ആദ്യം തട്ടിക്കളയായി. നേരെ നിങ്ങളൊക്കെ തിന്നപ്പോഴൊന്നും വിളിച്ചില്ല, നമ്മൾ ആദ്യം തട്ടിക്കളയുക. ഇത് തന്നെയാണ് പരിഹാരം ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാർക്ക്. ആദ്യം അടി എന്നെ കിട്ടുക, അത് യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം എന്നെ മറന്നിട്ട് ഇപ്പൊ അവനവന്റെ കാര്യം കഷ്ടപ്പാട് വന്നപ്പോ എന്നെ വിളിക്കാൻ തുടങ്ങിയില്ല. അടി കിട്ടും, അവിടെ വെച്ച് പിന്മാറരുത്. ആദ്യത്തെ അടി നമുക്ക് അർഹതപ്പെട്ടതാണ്. അത് ഇഷ്ടം 2-3 വരെ പോകാം. അതെ, 2-3 വരെ പോകാം. എന്നിട്ടും അപകടങ്ങൾ, അതായത് അപ്പോഴും കൊല്ലൊന്നുമില്ല. ഈ പറഞ്ഞാൽ ഉണ്ണിയപ്പം തട്ടിക്കാതെ നമ്മൾ മരിക്കാനും പോകില്ല. അതുപോലെ ഒരു അടി കിട്ടും. ചിലപ്പോൾ വണ്ടി ഒന്ന് പഞ്ചറാവും. ബലിയിടാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും. നമ്മൾ കുറെ കാലങ്ങൾ ബലിയിടാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ബലിയിടാൻ തീരുമാനിച്ച് ബലിയിടാൻ പോകുമ്പോൾ ഒരു സംശയം വേണ്ട, നമ്മളവിടെ എത്തില്ല, വണ്ടി പഞ്ചറാവും. പക്ഷെ അത് വളരെ സേഫായിട്ട് നമ്മൾ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ വെച്ച് സൈഡാക്കി ഇറങ്ങി നോക്കുമ്പോഴാണ് പഞ്ചറായിട്ട് മനസ്സിലാവും. മുടക്കത് ഒരു സംശയം വേണ്ട മുടക്കുന്നത്. പൂജ ചെയ്യണ ദിവസം തടി തെറിഞ്ഞ് വീഴും, കയറുമ്പോൾ ഉമ്മറത്തടി തട്ടിയിട്ട് വീണിട്ട് തിരിച്ചോര വീഴുന്നതൊക്കെ ചെയ്യും. പക്ഷെ മരണമൊന്നും നടക്കാൻ പോകില്ല. കാലങ്ങളായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ തൊട്ടുള്ള എല്ലാ സാധനങ്ങളും മാറുന്നതിൻ്റെ മുന്നോടിയാണ് ഈ അടി. അപ്പോൾ അതുകൊണ്ട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ ആദ്യത്തെ റിയാക്ഷൻ പിണക്കം തന്നെ ആയിരിക്കും, ദേഷ്യം തന്നെ ആയിരിക്കും. അവിടെ വെച്ച് പിന്മാറരുത്. കുട്ടനെ ജോത്സ്യനടുത്തേക്ക് പോകും. ഞാൻ ഇന്നലെ പോകുമ്പോൾ ഇതിന്റെ തൊട്ടാവാടി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജോത്സ്യനടുത്തേക്ക് തൊട്ടാവാടി കുത്തി നമുക്ക് നോക്കിയാൽ ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ ഒഴിവ് നോക്കാം. ഇത് വീണ്ടും മറ്റൊരിടത്തേക്ക് കൊണ്ട് കെട്ടും. കാരണം ഇത് നമ്മൾ കമ്മീഷൻ പരിപാടി ഉണ്ട്, അവിടെ പൂജ കിട്ടി കഴിഞ്ഞാൽ ഇത്രയുന്നുണ്ട്. മറ്റേ ഭാഗ്യരത്നാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഉണ്ട് കമ്മീഷൻ. എല്ലാവരും എല്ലാം പറഞ്ഞിട്ട് ഇത് പറയുമ്പോഴേക്കും ജ്യോത്സ്യന്മാർ പറയും, ജ്യോത്സ്യന്മാരെ കുറ്റം പറയും, ഇവനാരാന്ന് ചോദിക്കും. നല്ല ജ്യോത്സ്യന്മാരുണ്ട്, ഗംഭീര ജ്യോത്സ്യന്മാരുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ജ്യോത്സ്യന്മാരാണ്. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞാൽ ചെവിയിലിരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം ഉണ്ടല്ലോ, പറയുന്നതിന് ടിസ്ട്രിക്ട് എല്ലാ കർമ്മികളും മോശമെന്നല്ല പറഞ്ഞു, എല്ലാ നമ്പൂതിരിമാരും മോശമെന്നല്ല പറഞ്ഞു. പക്ഷേ യോഗ്യതയില്ലാത്ത ഒരുപാട് പേര് കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ട്, അവരൊക്കെ മോശമാണ്. രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാരുണ്ട്, നല്ലവരാണോ കൂടുതൽ അതോ മോശമുള്ള ആൾക്കാരാണോ കൂടുതൽ? രണ്ടിലും ഉണ്ടാവില്ല, എന്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ എല്ലാറ്റിലും ഉണ്ടാവും. അതുപോലെ ജ്യോത്സ്യന്മാരിൽ നല്ല ആൾക്കാരുണ്ട്. എനിക്ക് ഞാൻ ജോത്സ്യനടുത്ത് പോകാത്ത ആളെന്നല്ല, ഞാൻ ജോത്സ്യനടുത്ത് അപ്പോൾ പറയാമോ അവൻ ജോത്സ്യനടുത്ത് പോകാത്ത പോലെ വർത്തമാനം, അവൻ 24 മണിക്കൂർ അവിടെ പോയി പിറ്റെടുക്കാന്ന് പറഞ്ഞ കുറ്റം ആൾക്കാർക്ക് അറിയാം. ഞാൻ ജോത്സ്യന്മാരുടെ എൻ്റെ ഗവേഷണത്തിന്റെ ആവശ്യമായിട്ടും പോയിട്ടുണ്ട്, അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പോയിട്ടുണ്ട്, പൂജകളും ചെയ്യിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഘട്ടം കഴിഞ്ഞ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞൊരു സ്ഥലമാണ് ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. അമ്മയെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അമ്മ അന്നും ഇന്നും എൻ്റെ കൂടെയുണ്ട്.